പക്ഷേ പെഹൽഗാം ആക്രമണം ആര് നടത്തി, അവരെവിടെ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇതുവരെ അതിലെ പ്രതികളെ പിടിച്ചിട്ടില്ല നൗഫൽ, അത് മനസ്സിലാക്കണം. എത്തിപ്പെടാൻ പ്രയാസമുള്ളൊരു മലഞ്ചെരുവിലാണല്ലോ ഈ ആക്രമണം നടക്കുന്നത്. അവിടെ റോഡ് വഴി വാഹനത്തിലോ വന്ന് അങ്ങനെ ആക്രമണം നടത്തി പോകാൻ പറ്റില്ല. ഇത്രയും ദുർബലമാണോ ഇന്ത്യയുടെ മിലിറ്ററി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? അവിടെ വരുന്നു, അവർ ആക്രമണം നടത്തുന്നു, അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു, അവർ സുരക്ഷിതമായി തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജമ്മു കാശ്മീരിലാണെങ്കിൽ മൊത്തം ലോ ആൻഡ് ഓർഡർ മുഴുവൻ കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ സംസ്ഥാന സർക്കാരിന് അതിലൊരു റോള് പോലും ഇല്ല. ലഫ്റ്റനൻറ്റ് ഗവർണറാണ് അതിൻ്റെ ഉത്തരവാദി, ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഉത്തരവാദി. അദ്ദേഹം കഴിഞ്ഞ ദിവസം സമ്മതിച്ചല്ലോ. അദ്ദേഹം സമ്മതിച്ചു, വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ചു. ഇങ്ങനെയാണോ വേണ്ടത്? നമ്മുടെ ഓർമ്മയിലില്ലാത്ത വിധം അതിക്രൂരമായ ഒരു ആക്രമണം നടക്കുന്നു. ഇന്ത്യക്കാരായ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുന്നു. ഒരാളെങ്കിലും പിടിക്കണ്ടേ അതിൽ? അല്ലെങ്കിൽ എന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയണ്ടേ? നേരത്തെ നോക്കൂ, ഈ UPA കാലത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് മോഡി പ്രസംഗിച്ചത് നമ്മളെ മുമ്പിലുണ്ട്. അതിർത്തികൾ നിങ്ങളുടെ കയ്യിലല്ലേ, എന്തുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നു? റിസർവ് ബാങ്ക് നിങ്ങളുടെ കയ്യിലല്ലേ, എങ്ങനെ അവർക്ക് പണം എത്തുന്നു? കടൽ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ, എങ്ങനെ അവരിങ്ങോട്ട് കടന്നു വരുന്നു എന്നൊക്കെ പ്രസംഗിച്ച ആളാണ്. ഇത് ആക്രമണം ഉണ്ടായി മനുഷ്യർ കൊല്ലപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച ആളാണ്. അങ്ങനെ പ്രചാരണം നടത്തി പ്രധാനമന്ത്രി ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത് മാത്രമല്ല, അവർ സുരക്ഷിതമായി എവിടെയോ അവരുടെ സങ്കേതത്തിൽ എവിടെയോ അവർ പോയി വിളിച്ചിരിക്കുക.